നമസ്കാരം, ഞാൻ ഡോക്ടർ രാജീവ് എൻ. വിചാരധാരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാഭ്യാസം. എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം? കേവലം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന ഒരു കടലാസ് കഷണത്തിനപ്പുറം പല പ്രമുഖ വ്യക്തികളും യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്താണ്, എങ്ങനെയാവണം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പഠനം സർഗാത്മകത നൽകുന്നു. സർഗാത്മകത ഒരുവനെ ചിന്തിപ്പിക്കുന്നു. ചിന്ത അവന് വിജ്ഞാനം നൽകുന്നു. വിജ്ഞാനം ഒരുവനെ മഹാനാക്കുന്നു. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ശ്രീ APJ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണിവ. അമേരിക്കക്കാരനായ റോബർട്ട് ഗ്രീൻ ഇംഗർസോളിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, സാമാന്യ ബുദ്ധി ഇല്ലാതെയുള്ള വിദ്യാഭ്യാസത്തേക്കാൾ 1000 മടങ്ങ് ഫലപ്രദമാണ് വിദ്യാഭ്യാസമില്ലാതെയുള്ള സാമാന്യ ബുദ്ധി. യഥാർത്ഥത്തിൽ അറിവുകളോടൊപ്പം തിരിച്ചറിവുകൾ കൂടി നേടുന്നതാവണം യഥാർത്ഥ വിദ്യാഭ്യാസം. വൻ നേട്ടങ്ങളുണ്ടാക്കിയ ഒരു വ്യവസായിയോട് താങ്കളുടെ വിജയരഹസ്യം എന്താണെന്ന് ഇൻ്റർവ്യൂ വേളയിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി. ഉടനെ തന്നെ തെല്ലും ആലോചനയില്ലാതെ തന്നെ ഉത്തരം വന്നു: ശരിയായ തീരുമാനങ്ങൾ. ഉടനെ പത്രപ്രവർത്തകൻ മറുചോദ്യം ഉന്നയിച്ചു: എങ്ങനെയാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത്? അതിനും ഒട്ടും ആലോചിക്കാതെ തന്നെ ഉത്തരം എത്തി: അനുഭവങ്ങളിലൂടെ. പത്രപ്രവർത്തകൻ വിടാനുള്ള ഭാവമൊന്നുമില്ല. എങ്ങനെയാണ് അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത്? വ്യവസായി അതിനും ഉടനെ ഉത്തരം നൽകി: തെറ്റായ തീരുമാനങ്ങളിലൂടെ. ഒരാൾ ജീവിതത്തിൽ എത്രമാത്രം ഉയരങ്ങളിലെത്തി എന്നതിനേക്കാൾ പ്രാധാന്യം എത്രമാത്രം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് അതിനെ മറികടന്ന് വിജയം പ്രാപ്തമാക്കി എന്നതുകൂടി ആണ്. ഇത് മറ്റാരുടെയും വാക്കുകളല്ല, ബുക്കർ വാഷിങ്ടൺ പറഞ്ഞതാണ്. നാം ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടാൽ പിന്നീട് അതിലേക്കെത്താൻ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി, അതിലേക്കെത്താൻ എന്തൊക്കെയാണ് നമ്മളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ പരിമിതികൾ, വീക്ക്നെസ് എന്നത് മനസ്സിലാക്കി അവയെ മറികടക്കുകയാണ് ചെയ്യേണ്ടത്. വിശ്രുത ചിത്രകാരനായ മൈക്കൽ ആഞ്ചലോ ശില്പം കൊത്തിയെടുക്കുന്നതിന് മുൻപ് അതിൻ്റെ പൂർണ്ണ രൂപം മനസ്സിൽ കണ്ടുവയ്ക്കുന്നു. പിന്നീട് കല്ലിൽ നിന്ന് അദ്ദേഹം ചെയ്യുന്നത് ആ രൂപത്തിനാവശ്യമായ സാധനങ്ങൾ നിലനിർത്തുകയും ആവശ്യമില്ലാത്തത് ചീന്തിക്കളയുകയും മാത്രമാണ്. അതേപോലെ നാമും നമുക്ക് നമ്മുടെ ശക്തി, നമ്മുടെ സ്ട്രെങ്ത് അത് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പരിമിതികളെ ചീന്തിക്കളഞ്ഞ് ജീവിത വിജയം നേടാം. എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു. വിദ്യാലയ സ്മരണകൾ ഉണർത്തുന്ന ഒരു ഗാനത്തിൻ്റെ 2 വരികൾ ഇതിനോടൊപ്പം അവതരിപ്പിക്കുന്നു. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തി